Hi, hello everyone, welcome back to our channel Rishi's Life Uncut. ഹലോ, അപ്പം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗ് കാണാൻ പോവാണ് കേട്ടോ. ഒരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് നമ്മളുള്ളത് മൈസൂരിലാണ് കേട്ടോ. മൈസൂരിൽ നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് മൈസൂരല്ല, സാൻഡ് മ്യൂസിയം ആണ് കേട്ടോ. സാൻഡ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ പ്രതീക്ഷയില്ലാതെ കയറിയതായിരുന്നു. പക്ഷേ അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ കയറി ചെന്നപ്പം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായത് ഇങ്ങനൊരു വലിയ വിഘ്നേശ്വരന് നമ്മുടെ പൂഴിമണലിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ. അപ്പം എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പം അങ്ങനെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ട കേട്ടോ. അതായത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടാന്ന് തോന്നും. അപ്പം നല്ല ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറേ ഫിഷ് സ്പാ, പിന്നെ 3D ഇമേജസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സെറ്റപ്പുകളുണ്ട്. എക്സ്ട്രാ അതൊക്കെ വേണമെന്നാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. 3Dക്ക് വേണ്ട, പക്ഷേ ഫിഷ് സ്പാ പിന്നെ കുട്ടികളുടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അവർ കാറ്റഗറി വൈസ് തിരിച്ചിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. ആദ്യം ഗണേശൻ, പിന്നെ കാണുന്നത് നമ്മൾ കുരുക്ഷേത്ര, ആ ഒരു അശ്വമേധ യുദ്ധം അതുപോലത്തെ ഒരു ഇതാണ്. അപ്പം ആദ്യം തന്നെ ഈ ഗോഡിൻ്റെ ആ ഒരു ഗോഡ് ക്രിയേഷൻസ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നു. അർജുന, പിന്നെ നമ്മുടെ ഗണേശൻ, അങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളെയാണ് ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായത് കേട്ടോ. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഒരു കലാകാരൻ്റെ കഴിവാണിത്. അപ്പം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ആർട്സിനെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അപ്പം എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു കണ്ണിന് നല്ല അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അപ്പം മൈസൂർ വരുന്ന ആൾക്കാരുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വൃന്ദാവൻ ഗാർഡനും ചാമുണ്ഡി ഹിൽസൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ അതായത് കടലിൻ്റെ ഉള്ളിൽ നിന്നുള്ള രീതിയിൽ കുറേ കാഴ്ചകൾ, മത്സ്യകന്യക, പിന്നെ മുത്ത്, ചിപ്പി, പിന്നെ ഒക്ടോപ്പസ്, ആമ, ഒക്ടോപ്പസ് നീരാളി ഒന്നാണല്ലേ, അപ്പോൾ നമ്മുടെ തെരണ്ടി, അങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചകൾ അവിടെയും കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണുന്ന കാഴ്ചകളെക്കാളും ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായത് ആ ഒരു കലാകാരൻ്റെ കലാവിരുതാണ് കേട്ടോ. അതിനാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇത് കാണുന്ന പലർക്കും ഇതൊരു നിസ്സാരമായ കാഴ്ചയായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായി. അത്രയും എഫേർട്ട് ഇട്ട് അത്രയും കഴിവാണ് നമ്മളിതിൽ കാണുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ നമുക്ക് ബേർഡ്സിനെ ഫീഡൊക്കെ ചെയ്യാം. അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. നമ്മൾ അവിടെയൊന്നും കടന്നിട്ടുണ്ടായില്ല. നമുക്ക് കണ്ണൂർ സൂപ്പർ പെറ്റ് സ്റ്റേഷനൊക്കെ ഇല്ല. അപ്പം മാട്ടൂൽ പെറ്റ് സ്റ്റേഷനൊക്കെ ഇല്ല. അപ്പം നമ്മൾ മൈസൂർ പോയിട്ട് അതിനായിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. പിന്നെ അതിനുശേഷം ഹിന്ദു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗണേശനെയൊക്കെ കണ്ടത്. പിന്നെ അതിനുശേഷം ഖുറാൻ, പിന്നെ അവരുടെ മക്ക, പിന്നെ ക്രിസ്ത്യൻസിൻ്റെതാണെങ്കിലും ബൈബിളുണ്ട്, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാന്റാക്ലോസ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ടോം ആൻഡ് ജെറി, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് 3D എഫക്ട്സ് ആണ്. നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 3D എഫക്ട്സ് കിട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ കൾച്ചർ പ്രകാരം ക്രിസ്മസ്, സാന്റാക്ലോസ് ഉണ്ട്, പപ്പാനി ഉണ്ട്, പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടായി, ഗിഫ്റ്റ്സ് ഉണ്ടായി. അപ്പം കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഫിഷ് സ്പാ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ഫിഷ് സ്പാ, പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ ആണെങ്കിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആനിമൽസ്, ബേർഡ്സ്, മയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പിന്നെ കുരങ്ങൻ, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന എഫേർട്ട് നമ്മൾ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം മൈസൂർ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ സാൻഡ് മ്യൂസിയം കാണാതെ പോകരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ നമ്മുടെ സാൻഡ് മ്യൂസിയത്തിലെ കുറേ കലാവിരുദ്ധകളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ.